ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1200-ാം ആണ്ട് മലയാള വർഷഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാള വർഷഫലം കൊല്ലവർഷം 1200-ാം ആണ്ട് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, അതുപോലെ തന്നെ ദൈവാധീനങ്ങൾ, വിജയങ്ങൾ, ഉയർച്ചകൾ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രേവതി നക്ഷത്രക്കാർ മീനം രാശിയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് രാശ്യാധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ 3-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ ഒരു വർഷം വളരെയധികം ദൈവാധീനത്തിനായിട്ട് അധിക പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലമാണ്. ചില കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ ഉണ്ടാകാം. അതായത് തൊഴിൽപരമായിട്ടും ധനപരമായിട്ടുമൊക്കെ അഭിവൃദ്ധികൾ വന്നു ചെയ്യും. അതായത് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ആ വ്യാഴം 9-ാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യും. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ സാധിക്കുമല്ലോ. പ്രവൃത്തികാരകനായ ചൊവ്വ ബലവാനായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ഈ സന്ദർഭങ്ങളിൽ തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ചു. അതായത് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജോലി കിട്ടുന്നതിനും കിട്ടിയ ജോലിക്ക് സാമ്പത്തിക മേന്മ വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭാവത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചില സന്ദർഭങ്ങൾ, ചില ഏതാനും ദിവസങ്ങൾ ഒക്കെ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷമുണ്ട്. അത് ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുക, ലോട്ടറി ഭാഗ്യമോ മറ്റ് കുറിച്ചിട്ടുകളൊക്കെ അടിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്നൊരു സഹായം ലഭിക്കുക, ഊഹാപോഹ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലർക്ക് ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ധനമേന്മകൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വന്നു ചേരുക. അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളും ഊഹാപോഹ കച്ചവടങ്ങൾ, അതായത് ബ്രോക്കറിംഗ് പരിപാടി, വസ്തു ബ്രോക്കറിംഗ് ആയാലും മറ്റ് വാഹന ബ്രോക്കറിംഗ് ഒക്കെ ആയാലും ചെയ്യുന്നവർ, മധ്യസ്ഥത വഹിക്കുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ വന്നു. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും നല്ല രീതിയിൽ സഹായത്തിന് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സുഹൃത്തുക്കൾക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു. സന്താനങ്ങളെ കൊണ്ടും ഈ രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200-ാം ആണ്ടിൽ വളരെയധികം അഭിവൃദ്ധികളും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ സാധിക്കുന്ന കാലമാണ്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമുണ്ട്. അതായത് അധിക ചെലവുകൾ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത വേണ്ട ഒരു വർഷമാണ്. അതായത് ദാമ്പത്യ ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ബന്ധമൊക്കെ ഉണ്ട്. വിജയിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കേണ്ട എല്ലാ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. എന്നിരുന്നാലും കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം ദാമ്പത്യ ഭാവത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതിന് സൂചനയുണ്ട്. എത്ര സ്നേഹമായിട്ട് കഴിയുന്ന യുവാക്കളായാലും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം സംസാരിക്കുവാനായിട്ട്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രക്കാർ. ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ കഴിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ അതീവ ശ്രദ്ധ വേണം. അതായത് ഞരമ്പ് സംബന്ധമായിട്ടോ അതുപോലെ തന്നെ മാനസികമായിട്ട് മനസ്സിന് ക്ലേശമുണ്ടാകുന്ന രീതിയിലുമൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല ഒരു കാലമല്ല. പ്രണയഭംഗമുണ്ടാകുവാൻ സൂചന. അതുവഴി മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോയിരിക്കുന്ന ആൾക്കാർ വിദ്യാഭ്യാസ കാര്യത്തിനായാലും അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ കാലം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശനിപ്രീതികരമായ കാര്യങ്ങളുമൊക്കെ ചെയ്യുക, നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ദോഷങ്ങളൊക്കെ മാറി ഉയർച്ചകളൊക്കെ വന്നു ചേരുകയും അഭിവൃദ്ധികൾ വന്നു ചേരുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.